ഹരിപ്പാട് സ്വദേശിനിയായ കുമാരി സാവരിയ ബസന്തിന്റെ മരണം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് നമുക്കെല്ലാവരും ആ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹം തുടരുന്ന മൗനം അത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഏറെ അപകടകരമാണ് എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. കേരളത്തിന്റെ സാംസ്കാരിക രംഗം, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം, കേരളത്തിന്റെ സാമൂഹ്യ രംഗം, ഇവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും സാവരിയ ബസന്തിന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയാൻ തയ്യാറാകാത്തത് കേരളം എത്തപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ ആഴമാണ് വെളിവാക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഏതൊരു പുരോഗമന സമൂഹത്തിന്റെയും ആ സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്വം. അക്കാര്യത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വം അമ്പേ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ സംസ്ഥാന സർക്കാരും കേരളത്തിന്റെ പൊതുസമൂഹവും പുലർത്തുന്ന ഒരു മൗനം അല്ലെങ്കിൽ ഉദാസീന മനസ്ഥിതി അത് നിരവധി ചോദ്യങ്ങളാണ് അവശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ വിദേശത്ത് ഇത്തരത്തിൽ ദാരുണമായ സംഭവത്തിൽ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ മൃതദേഹത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഒരു ആദരം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിയറ്റ്നാമില് ബോട്ടപകടത്തിൽ 2 മലയാളികൾ അടക്കം 10-14 പേരാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ സംഖ്യ കൃത്യമല്ല. അപ്പൊ ആ വിഷയത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വിഷ്ണുനാഥിന്റെ ഒരു പ്രതികരണം കാണുകയുണ്ടായി. 2 പേരുടെയും മൃതദേഹം ഏറ്റുവാങ്ങാൻ നോർക്ക മുന്നിട്ടിറങ്ങും. നോർക്കയുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി ഒരാള് എയർപോർട്ടിൽ ആ മൃതദേഹം ഏറ്റുവാങ്ങും. അവർക്ക് ആ മൃതദേഹം കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നോർക്ക ചെയ്തു കൊടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്തുകൊണ്ടാണ് സാവരിയ ബസന്തിന്റെ മൃതദേഹത്തോട് സംസ്ഥാന സർക്കാർ ഈ നിലപാട് സ്വീകരിക്കാത്തത് എന്നറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. നോർക്കയുടെ പ്രതിനിധി പോയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരാൾ പോലും ആ കുടുംബത്തെ സഹായിക്കാൻ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ നോക്കൂ, ഇന്ന് ആ കുഞ്ഞിന്റെ സഞ്ചയന ചടങ്ങുകൾ ആ വീട്ടിൽ പുരോഗമിക്കുകയാണ്. നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാര് ചില സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തിയാൽ ഹരിപ്പാട് MLA എന്ന നിലയിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ അല്ലാതെ ഒരു നേതാവ് പോലും ആ വീട് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം SNDP യോഗത്തിന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവിടെ എത്തി ആ കുടുംബത്തിന് ആശ്വാസം പകർന്ന കാഴ്ച കാണുകയുണ്ടായി. ഇതല്ലാതെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ നേതാവും എന്തുകൊണ്ടാണ് ഈ സാവരിയ ബസന്തിന്റെ വീട്ടിലെത്താത്തത് എന്ന് വിശദീകരിക്കണം. സാവരിയ എന്നുള്ളത് രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്ത് രാഷ്ട്രത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരവാദിയൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ മകളാണ്. ആ കുഞ്ഞ് പഠിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് ഒരു മത തീവ്രവാദിയുടെ കയ്യിൽ അകപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് എന്താണ് സാവരിയ ബസന്ത് ചെയ്തിട്ടുള്ള തെറ്റ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം, അവരെ ഇത്രമാത്രം വെറുക്കപ്പെടാൻ എന്താണ് കാരണം, ആ കുടുംബത്തെ സാവരിയെ വെറുക്കാൻ എന്താണ് കാരണമെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർ വ്യക്തമാക്കണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ പിന്നിൽ സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഒളിക്കാൻ അല്ലെങ്കിൽ ഭയക്കാൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സാവരിയ പഠിച്ചിരുന്ന കോളേജിനെ പറ്റി നമുക്കറിയാം, ഇബ്നു ഹസീന ബുക്കാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ റിക്രൂട്ടിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്നത് ഒന്ന് പാണക്കാട് റഷീദ് അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ലേണിംഗ് മെഡിസിൻ എന്ന് പറയുന്ന ILM എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അപ്പോ ഈ പാണക്കാട് തങ്ങൾ അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കൊണ്ടാണോ സാവരിയ ബസന്തിനെ ഇവരാരും കാണാതെ പോകുന്നത് എന്ന ചോദ്യത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയണം. എന്തു പറഞ്ഞാലും വർഗീയത എന്ന് ആരോപിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യത്തോട് ലോജിക്കലായി ഒരു മറുപടി പറയാൻ തയ്യാറാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ആ മരണത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി ആ വീട്ടിലെത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതേ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കേസാണിത്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തിൽ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിന് എന്താണ് റോൾ? ഇതറിയാൻ വയ്യാത്ത ആണോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി?
അപ്പോൾ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിലൂടെ ആ കുടുംബത്തെയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെയും ഒക്കെ ആഭ്യന്തരമന്ത്രി പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ കേസ് CBIക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കാരണം ഒരു CBI അന്വേഷണം വരണമെങ്കിൽ കോടതി വിധി വേണം, അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ മതിയെന്ന് ആഭ്യന്തരമന്ത്രി തീരുമാനമെടുത്തത്? നമുക്കറിയാം, ഇന്റർപോളിന്റെ ഇന്ത്യയിലുള്ള ഏജൻസി എന്നുള്ളത് CBI ആണ്. അപ്പൊ മറ്റൊരു രാജ്യത്ത് ചെന്ന് ആ കേസ് ഫയൽ പരിശോധിക്കാൻ, നിയമപരമായി ആ കേസിന്റെ പ്രൊസീഡിങ്സിൽ ഇടപെടാൻ, അവിടുത്തെ പൗരന്മാരെ ചോദ്യം ചെയ്യാൻ, ആ പ്രിമിസസ് സന്ദർശിക്കാൻ ഒക്കെ അവകാശവും അധികാരവും കിട്ടുന്നത് അവരുടെ പോലീസ് ഒഴിച്ചു നിർത്തിയ അന്താരാഷ്ട്ര പോലീസിനാണ്. ആ അന്താരാഷ്ട്ര പോലീസ് എന്നുള്ളത് ഇന്ത്യയിലെ CBI ആണ്. അപ്പൊ സ്വാഭാവികമായും ഈ കേസിൽ CBIയെ ഒഴിവാക്കി നിർത്താൻ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ആ ഭീഷണിക്ക്, ആ പ്രലോഭനത്തിന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും വഴങ്ങരുത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യം. ഈ സാവരിയ ബസന്ത് വധക്കേസ് CBI ഏറ്റെടുക്കണം, അല്ലെങ്കിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സംസ്ഥാന മന്ത്രിസഭ തയ്യാറാകും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു, സാവരിയ കൊലക്കേസ് CBI അന്വേഷിക്കണം. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റന്നാളിൽ ബുധനാഴ്ച ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എല്ലാ മണ്ഡല കേന്ദ്രങ്ങളിലും സായാഹ്ന ധർണയും പ്രതിഷേധ അഗ്നിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് അമ്മമാരെ, സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഞങ്ങൾ ആ പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ സാവരിയയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ, എന്തായാലും സാവരിയ BJPക്കാരിയാണ്, ആ കുടുംബം BJPക്കാരാണ് എന്നൊന്നും ആരും പറയില്ല.